ഇത് മനസ്സിലായില്ല, എൻ്റെ ഹസ്ബൻഡ് റെജിമോൻ ഫെലിക്സ്, പുള്ളിയാണ് മിലൻ്റെ ബാക്ക് എൻഡ്. ഞങ്ങൾ മിസ്റ്റർ മിലൻ എന്നാണ് ഇപ്പോൾ പറയുന്നത്, ബാക്ക് ബോൺ മിസ്റ്റർ മിലൻ എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതെൻ്റെ മോന് കെവിൻ ഡ്രഗ്സ് പഠിക്കാൻ. മോനാണ് മറ്റേ 2 സ്റ്റോറുകളും പിന്നെ അതിൻ്റെ ബാക്കിലുള്ള അക്കൗണ്ട് സെക്ഷൻ എല്ലാം മാനേജ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയ എല്ലാം. ഇത് എൻ്റെ ഡോട്ടറിലോ, ഷീസ് ഓൾസോ ഡിസൈനർ. സിബിയാസ് പഠിക്കുന്നതാണ് പേര്. സിബിയാണ് ഇപ്പം ക്രിയേറ്റീവ് സൈഡ് ഞങ്ങളുടെ യൂണിറ്റിൽ വർക്കും അങ്ങനത്തെ കാര്യങ്ങളുടെ എല്ലാം റെഡി ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാനാണ് ഷർട്ട് റെജിമോൻ. മിലൻ നമ്മുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലമാണ്. ദൈവം ഇത്രയും ഒരു നല്ലൊരു ബിൽഡിങ്ങും നല്ലൊരു സ്ഥലമൊക്കെ നമുക്ക് ദൈവം തന്നത്. ഞങ്ങൾ ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇനി നമ്മുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ, അതായത് ഞങ്ങളുടെ ഓൺ ബിൽഡിങ്ങിൽ ഒരു 5 നിലയിൽ 4 നിലയും പ്ലസ് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് എല്ലാം ആയിട്ട് നമ്മുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ തുടങ്ങുകയാണ്. അത് 4-ാം തീയതി ജൂലൈ 4-നാണ് ഓപ്പണിംഗ്. 10:30 മോർണിംഗ് 10:30. അപ്പോൾ എല്ലാവരും തന്നെ അവിടെ ഉണ്ടാവണം. എല്ലാവരെയും ഹാർദവുമായിട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ അതാണ് വിശേഷം. പിന്നെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വിശേഷം അറിയാം, ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഉണ്ടാവണം, തീർച്ചയായിട്ടും എല്ലാവരും വരണം. 4-ാം തീയതി ജൂലൈ 4 വെള്ളിയാഴ്ച രാവിലെ 10:30 മണിക്ക്, 10:11. അപ്പം ഞങ്ങളുടെ ഇന്നിപ്പോൾ ഇവിടെ വെച്ച് ഒരു പ്രിവ്യൂ നടത്താൻ വിചാരിച്ചത്, നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കേരളത്തിൽ നിന്ന് ഒരു ബ്രാൻഡ് പോയിട്ട് US-ലൊരു ഷൂട്ട് ചെയ്തത്. ആക്ച്വലി എന്തിനാണ് US ഷൂട്ട് ചെയ്തതെന്ന് പലരും ഇത്ര എക്സ്പെൻസീവ്, പക്ഷേ അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു എക്സ്പെൻസീവ് വന്നുള്ളൂ. എക്സ്പെൻസിൻ്റെ മാത്രമല്ല, US-ലുള്ള കസ്റ്റമേഴ്സിന്, ബ്രൈഡ്സും അങ്ങനെയുള്ളവർക്ക്, പുറം രാജ്യങ്ങളിൽ NRI ക്രൗഡിന് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളുടെ സാരി പുറത്തു നിന്ന് ഇപ്പം ഞങ്ങൾ ചെയ്ത സ്ഥലം എന്നൊക്കെ പറയുന്നത് ഏറ്റവും പീക്കായിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഷൂട്ട് നടത്തിയത്. അപ്പോൾ അവർക്ക് നമ്മുടെ ഇന്ത്യൻ സാരി ഉടുത്തിട്ട് അവിടെ വെച്ചൊരു ഷൂട്ട് നടത്തുക എന്ന് പറയുമ്പം തന്നെ അതൊരു അവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാം, ഞങ്ങളുടെ ബ്രൈഡ്സിന് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ്. സോ ഞങ്ങൾ അങ്ങനെ തിങ്ക് ചെയ്ത് ഒരു ഷൂട്ട് നടത്തി, അതുകൊണ്ടാണ് പ്രിവ്യൂ വെക്കാമെന്ന് വെച്ചത്. പിന്നെ അതിനേക്കാളിലൊക്കെ ഏറ്റവും ഞങ്ങളുടെ ബ്ലെസ്സിങ് നമ്മുടെ ചിദംബരമാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ ഡയറക്ടർ, നിങ്ങൾക്ക് അറിയാമല്ലോ. ചിദംബരമാണ് അത് ഡയറക്റ്റ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ഒട്ടും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഞാനും കെവിനും ഒക്കെ പോയിരുന്നു. നമുക്കത് വളരെ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റി. അതിന് കുറേ ഔട്ട്സ്, അതിൻ്റെ ഒരു റീൽ ഇന്നിപ്പോൾ ഇവിടെ നമുക്ക് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. കേരളത്തിലാദ്യത്തെ ബൊട്ടീക്ക് ബൊട്ടീക്ക് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളുടെ ഒരു കോൺസെപ്റ്റ് ഡിഫറെൻ്റ് ആയിരുന്നു. അതിനുശേഷമാണ് കുറേ ഡിസൈൻ ഞാൻ 2010-ലാണ് നമ്മൾ മിലൻ തുടങ്ങുന്നത്. അന്നേരം എനിക്കൊന്നും ഇവിടെ മരപ്പള്ളി കയറി 1-2 ബൊട്ടിക്കേ ഉള്ളൂ. ഇപ്പം ഈ കേരളത്തിൽ നോക്കിയാൽ 1 കിലോമീറ്ററിനുള്ളിൽ 4 ബൊട്ടിക്കാണ്. എങ്ങനെയാണ് ഇത് കോമ്പറ്റീഷൻ മുമ്പിൽ തുടക്കം ഇടുന്നത് നിങ്ങളാണ്? പക്ഷെ അതോടൊപ്പം ആക്ച്വലി നമ്മൾ ബൊട്ടീക്കുണ്ട്, പക്ഷെ കോൺസെപ്റ്റ് ഡിഫറെൻറ്റ്. നമ്മുടെ മലയാളികൾക്ക് പുറത്തുനിന്ന് വരുന്ന സാരികളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മലയാളി എല്ലാം അവരവരുടെ ഔട്ട്ഫിറ്റ്സ് ഉണ്ടാക്കുവാണ്.